പകുതി വില തട്ടിപ്പിൽ രജിസ്റ്റർ ചെയ്തത് 1343 കേസുകളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 665 എണ്ണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. നിലവിൽ അന്വേഷണം നല്ല രീതിയിലാണ് നടക്കുന്നത്. അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല ക്രൈംബ്രാഞ്ച് എഡിജിപിക്കാണ് നൽകിയിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കേസിലെ മുഖ്യപ്രതികളെല്ലാം അറസ്റ്റിലായി. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. സീഡ് വഴിയും NGO കോൺഫെഡറേഷനും വഴിയാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. കോർഡിനേറ്റർമാർക്ക് കമ്മീഷൻ അടക്കം നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇനിയും കുറേയധികം വിവരങ്ങൾ പുറത്തുവരാനുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇരകളുടെ താൽപര്യത്തിനൊപ്പമാണ് സർക്കാരെന്നും നിയമപരമായ കാര്യങ്ങൾ പൂർത്തിയായാൽ മാത്രമേ തുക തിരിച്ചു നൽകുന്ന കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയൂവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് നിരവധി പേരെ വാഗ്ദാനം നൽകി കബളിപ്പിച്ച പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 12/3/2025 വരെ 1343 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുഖ്യപ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി മരവിപ്പിച്ചു. വിവിധ കേസുകളിൽ ഉൾപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിച്ചു വരുന്നുണ്ട്. തട്ടിപ്പിൻ്റെ പ്രധാന സൂത്രധാരനായ അനന്തകൃഷ്ണൻ, രവി പന്നക്കൽ, ബഷീർ PP, റിയാസ്, മുഹമ്മദ് ഷാഫി, ആനന്ദകുമാർ എന്നിവരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇരകളായവരുടെ താല്പര്യത്തോടൊപ്പം തന്നെയാണ് സർക്കാർ. പക്ഷേ നിയമപരമായ നടപടികളുണ്ടല്ലോ, അതൊക്കെ പൂർത്തിയാക്കി മാത്രമേ മറ്റു നടപടികളിലേക്ക് കടക്കാൻ പറ്റൂ. ഇത്തരം തട്ടിപ്പുകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ്. ഇത്തരത്തിൽ മലയാളികൾ കൂടുതൽ കബളിപ്പിക്കപ്പെടുന്നതിനെതിരെ കർശന നടപടി വേണമെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.